ഗൈസ് അങ്ങനെ ബംഗളൂരു എഫ് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. 2-1 എന്ന് പറയുന്ന ഒരു സ്കോറിൽ മുഹമ്മദനെതിരെ ഈ ഒരു മത്സരത്തിൽ ഒരു എവേ മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാലോ അവരുടെ ഒരു ജേർണി ആദ്യം എങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിൽ ഒരു വലിയ തോൽവി ഇപ്പം ഗോവയ്ക്കെതിരെയൊക്കെ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു കംബാക്ക് വിജയം നടത്തിയാണ് ഒരു എവേ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരു സൈഡ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുഹമ്മദൻ ഫാൻസ് കുപ്പി എറിഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീം കംബാക്ക് നടത്തി വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് KBFC മാച്ചിലും കണ്ട് ഇപ്പോൾ PFC മാച്ചിലും കണ്ടതാണ്. സോ ISLലെ ഒരു മോശം ഫാൻ ബേസിൽ ഒന്ന് തന്നെയാണ് മുഹമ്മദൻ എന്നുള്ളത് സംശയം പറയാൻ സാധിക്കും. മുമ്പ് ആ KBFC മത്സരത്തിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ എന്തോ 1 ലക്ഷം രൂപയോ അങ്ങനെ എന്തൊക്കെയാണ് അത് കൊടുത്തത്. അത് അല്ല, ഫാൻസിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അവർക്കെതിരെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റൽ ജോൺ ആയിരുന്നു ഈ ഇന്നത്തെ മത്സരം നിയന്ത്രിച്ചിരുന്നത്. പുള്ളിക്കും തെറ്റ് പറ്റും എന്നുള്ള കാര്യം BFC ഫാൻസിന് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ പകുതിയിൽ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ആയിട്ടുള്ള പെനാൽറ്റി ആയിരുന്നു, ഹാൻഡ് ബോൾ. അത് കൊടുത്തിട്ടുണ്ടായില്ല. സോ അതോടുകൂടി ആ ഒരു മനസ്സിലാകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് കളിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. മൻസോക്കി ഒരു കോർണർ സിറ്റുവേഷനിൽ ഹെഡർ ചെയ്തിട്ട് ഒരു ഗോള് നേടിയെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. സോ അങ്ങനെയാണ് മുഹമ്മദിന് ഈ പറഞ്ഞ പോലെ ഒരേ ഒരു ഗോള് നേടാനായിട്ട് സാധിച്ചത്. പക്ഷേ ഈ മത്സരത്തിൽ മുഹമ്മദിനെ പറ്റി പറയുന്നൊരു സമയത്ത് എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പം അവരുടെ ഡിഫൻസ് നല്ലതായിരുന്നു, ഗോൾ കീപ്പർ നല്ലതായിരുന്നു. കാരണം മികച്ച സേവുകൾ അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഭാസ്കർ റോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി ആണെങ്കിലും നല്ല ബ്ലോക്കുകളാണെങ്കിലും ഡിഫെൻസീവ്ലി പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ അവരുടെ ഒരു മെയിൻ പ്രശ്നം, ഇപ്പം ഫ്രാങ്കി ആണെങ്കിലും മൻസോക്കി ആണെങ്കിലും അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും നല്ല പ്ലേയേഴ്സാണ്. പക്ഷേ അവരുടെ ആ ഒരു അവരെത്രത്തോളം ക്ലിനിക്കലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഫ്രാങ്കയ്ക്ക് തന്നെ ആദ്യം ഒരു നല്ല അവസരം കിട്ടിയതാണ്, നല്ല ഓപ്പൺ ചാൻസ്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നഷ്ടമാകുന്നു. പിന്നെ അതിൽ തുടർന്നുണ്ടായ ഇൻസിഡൻസിലാണ് ബാക്ക് ടു ബാക്ക് കോർണർ ഇട്ടിട്ട് ഗോൾ വന്നത്. അതേപോലെ അവസരങ്ങൾ ഒക്കെ അവർക്കുണ്ടായിരുന്നു, നല്ല ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ ടോപ്പ് പെർഫോമൻസ് നടത്തിയ 2 താരങ്ങളാണ് ഇരു ടീമുകളുടെയും ഗോൾ കീപ്പർമാർ, ഗുർപ്രീത് സിംഗ് സന്ധു ആൻഡ് ഭാസ്കർ റോയ്. അതെടുത്ത് പറയേണ്ടതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സുനിൽ ഛേത്രിയാണ് രക്ഷകനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിലൂടെ 1-1 എന്ന് പറയുന്ന രീതിയിൽ അത് പെനാൽറ്റി അടിച്ച് കയറ്റുന്നത് സുനിൽ ഛേത്രിയാണ്. പിന്നെ 90 മിനിറ്റുകൾ കഴിഞ്ഞ് അഡീഷണൽ ടൈമിലാണ് സുനിൽ ഛേത്രിയുടെ ഒരു ഹെഡർ. അത് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു വരുന്നത് ഒരു 1 ഗോളായിട്ടാണെങ്കിലും അതിൽ സുനിൽ ഛേത്രിക്ക് തന്നെയാണ് അതിൽ ഒരു ക്രെഡിറ്റ് വരുന്നത്. അങ്ങനെ ആ ഒരു ഹേർട്ട് ബ്രേക്ക് മുഹമ്മദിന് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം അവസാന നിമിഷത്തിലാണ് ആ ഒരു ഗോൾ വരുന്നതും കളി ഡിസൈഡ് ചെയ്യപ്പെടുന്നതും. 1 പോയിൻ്റ് പോലും കിട്ടാതെ ഇരിക്കുന്നത്. എന്താണെങ്കിലും BFCക്ക് 3 പോയിൻറ്റ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതും അവർക്ക് ടോപ്പ് ഓഫ് ദി ടേബിളിൽ ഒരിക്കൽ കൂടി എത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ വിന്നിങ് ബേസിലോട്ടൊക്കെ വരാൻ സാധിച്ചത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യുക. ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അഡീഷണൽ ടൈമൊക്കെ കൊടുത്തത് കുറച്ച് കൂടിപ്പോയെന്നൊക്കെ ചിലരുടെ കമൻസൊക്കെ ഉണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുക. സനി.